ആദ്യം തന്നെ പെസഹാപ്പാലിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലൊന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 6 കപ്പ് തേങ്ങയും 3 കപ്പ് വെള്ളവും ആദ്യം അടിച്ചെടുത്തു. എന്നിട്ട് അത് പിഴിഞ്ഞ് 1-ാം പാലെടുത്തു. എന്നിട്ട് ഈ സെയിം സാധനത്തിൽ നമ്മൾ സെയിം തേങ്ങാപ്പീരയിലേക്ക് പിന്നെ 3 കപ്പ് വെള്ളമായിട്ട് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് 2-ാം പാലും കിട്ടും. അതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ 1-ാം പാലും 2-ാം പാലും റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. നമുക്ക് പെസഹ അപ്പം തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു 5 മണിക്കൂറോളം കുതിർത്തി വെച്ചിരുന്നു. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തതിനു ശേഷം നല്ലവണ്ണം അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 5 ചുവന്നുള്ളിയും 2 വെളുത്തുള്ളി അല്ലികളോട് ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് 1 കപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ച ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ വിസ്കാണ് ഉപയോഗിക്കുന്നത് മിക്സ് ചെയ്യാൻ. നിങ്ങൾക്ക് സ്പൂണോ ഫോർക്കോ ഒക്കെ യൂസ് ചെയ്യാം. വിസ്ക് ഉപയോഗിച്ചാൽ നല്ലവണ്ണം മിക്സ് ആയി കിട്ടും. ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് അരിപ്പൊടി പല തവണകളായിട്ട് മിക്സ് ചെയ്യാം. എനിക്ക് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലവണ്ണം കട്ടിയായിട്ടിരുന്നു ബാറ്റർ. അതുകൊണ്ട് ഞാൻ പിന്നെ 1/4 കപ്പ് ഇത് കുറച്ച് ഒഴിച്ചാണ് നമുക്ക് പരുവത്തിനനുസരിച്ച് എടുക്കണം. പല പൊടിക്കും പല വാട്ടർ കണ്ടന്റാണ് ആവശ്യം വരിക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടോട്ടലി ഞാൻ 2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത്. സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപയോഗിച്ച് നല്ലവണ്ണം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നടുക്ക് വാഴയില വെച്ച് ഒരു കുരിശും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പച്ചമ്പ് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് നല്ലവണ്ണം ആവിയും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അപ്പം വെക്കാൻ കുറച്ച് കൂടുതൽ പാടുപെട്ടോ. അവസാനം അമ്മച്ചിയാണ് വെച്ച് തന്നത്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഒരു ടൂത്ത് പിക്കിന്റെ സഹായത്തോടെ നോക്കാം നമുക്ക് നല്ലോണം വെന്തോന്ന്. ടൂത്ത് പിക്ക് ഇറക്കി നോക്കുമ്പോൾ ടൂത്ത് പിക്കിലൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നല്ലോണം വെന്തു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 600 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടെ 2 കപ്പ് വെള്ളവും. എന്നിട്ട് ഇത് നല്ലവണ്ണം നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലവണ്ണം ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശർക്കര പാനി അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യുന്നില്ല. എന്നിട്ട് കുറച്ച് ശർക്കര പാനിയും 6 ടേബിൾ സ്പൂൺ ഇടിയപ്പ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം. കട്ടുകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഫുൾ ശർക്കര പാനി ഒഴിക്കാൻ. നല്ല സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി ശർക്കര പാനിയും കൂടെ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പൊ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. സിമ്മിനും മീഡിയത്തിന് ഇടയ്ക്കാണ് ഫ്ലെയിം വെച്ചത്. ഇതിലേക്ക് 1-ാം പാലോട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല. നല്ലവണ്ണം ചൂടാവാനേ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിയാനുള്ള ചാൻസ് കൂടുതലാണ്. വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 10 ഏലക്ക പൊടിച്ചതും 4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർക്കാൻ മറക്കരുതേ. എന്നിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റാണ്. അപ്പൊ നമ്മുടെ സംഭവം റെഡി. ഞാൻ ടേസ്റ്റിലൊക്കെ നോക്കിയിട്ടുണ്ട്. കുറച്ച് നല്ല ടേസ്റ്റാണ്. ഇതിന് മുകളിൽ വാഴയില വെച്ചുള്ള കുരിശ് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അപ്പം ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ലോണം തണുത്തിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ ഇന്നത്തെ റെസിപ്പി തീർന്നു. എല്ലാവർക്കും പെസഹ വ്യാഴ ആശംസകൾ നേരുന്നു. അപ്പൊ ഇനിയും വീണ്ടും ഒരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ. ഇനി എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാനും മറക്കരുത് കേട്ടോ. ബൈ.